ഏത് വിഷയത്തിലാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചത്? ഏത് നിയോഗമാണ് നിങ്ങൾ എഴുതി കൊടുത്തത്? ഏത് കാര്യത്തിലാണ് നിങ്ങൾ തകർന്നത്? ഏത് കാര്യത്തിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്? അത് ദൈവം ഇന്ന് ഏറ്റെടുക്കും. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം കേട്ടെ, എന്തു ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കണം, ജീവിതത്തെ സമർപ്പിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ ശക്തമായ നിലയിൽ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശുശ്രൂഷയുടെ വിമലപാതയിൽ എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന 27 ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് നമ്മളെല്ലാവരും ഒരു മനസ്സോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവകൃപയിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുന്നു, ഇതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ അത് അങ്ങനെ മനസ്സിലാക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ കേൾക്കുന്ന വചനത്തിലൂടെ സമൃദ്ധിയായ നിലയിലും അളവിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷ അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചത് ദൈവം അനുവദിച്ചൊരവസരം നമുക്ക് നൽകിയത് കൊണ്ട് തന്നെയാണ്. ഇത് പ്രാർത്ഥനയുടെ വലിയൊരു ബന്ധമാണ്. രക്തബന്ധത്തെക്കാൾ ഒരു പടി കൂടി ആത്മീയമായി ചിന്തിച്ചാൽ ബന്ധമാണ് പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ എപ്പോഴും ഒരാളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്ന ബന്ധമാണ് പ്രാർത്ഥനയിൽ ചേരുന്ന ഒരുമിക്കുന്ന ബന്ധങ്ങൾ. ഒരാളുടെ പ്രാർത്ഥനയേക്കാൾ വിലയുണ്ട് 10 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. 10 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നേക്കാൾ വിലയാണ് 100 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. 100 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നേക്കാൾ വിലയാണ് 1000 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം പ്രാർത്ഥനയുടെ അളവും തീക്ഷണതയും കൂടുന്നതനുസരിച്ച് അത് അനുഗ്രഹമായി വരും. നിങ്ങൾക്കറിയുമോ, നിങ്ങളെന്ന കുടുംബത്തിന് വേണ്ടി 100 ആയിരക്കണക്കിന് ആളുകൾ പരസ്പരമുള്ള പ്രാർത്ഥനയിൽ കൈകോർത്തിട്ടുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചിതറി നിൽക്കുന്നൊരു പ്രാർത്ഥനയല്ലിത്. ഇത് കൂട്ടമായൊരു പ്രാർത്ഥനയാണ്. ഇതൊരു നവീകരണത്തിനും ഒരു അഭിഷേകത്തിനും അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും കാരണമാകുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കണം, ജീവിതത്തെ സമർപ്പിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ ശക്തമായ നിലയിൽ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഇന്ന് നമുക്ക് ഈ ദിവസം കേൾക്കുവാൻ പ്രയോജനപ്പെടുത്തുന്നൊരു ഒരു വചനമാണ് 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ടാൽ പോരാ. ഈ വചനം നിങ്ങൾ ബൈബിളിൽ നിന്ന് ബൈബിൾ തുറന്ന് ആ ഭാഗം എടുക്കണം. 2 ദിനവൃത്താന്തം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ 20-ാം അധ്യായം എടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ നിങ്ങളിരിക്കുന്ന സ്ഥലത്തോ തുറന്നു വയ്ക്കുക. ഈ പറയുന്ന വചനങ്ങളിലൂടെ നിങ്ങളുടെ കണ്ണുകളും മനസ്സും അതിലൂടെ കടന്നു പോകട്ടെ. നിങ്ങളുടെ മനസ്സിലേക്കും ഈ വചനത്തിൻ്റെ ആഴങ്ങൾ ഉണ്ടാകട്ടെ. എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിടേണ്ടതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന 20-ാമത്തെ അധ്യായമാണിത്. ഈ ദിവസം ഈ വചനമുണ്ടല്ലോ, ഇത് സാധാരണ വെറുതെ ഒന്ന് കേൾക്കുമ്പോൾ മാത്രം കുഴപ്പമില്ല, സന്തോഷമാണ് എന്ന് പറയാൻ മാത്രമല്ല, ഇതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഏത് പ്രശ്നം വരുമ്പോഴും ഈ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അവിടെ വരും. എന്ത് പ്രതികൂലം വരുമ്പോഴും, യാത്രയിലോ ഏതെങ്കിലും ജോലിയിലോ ബിസിനസ്സിലോ എവിടെ പ്രശ്നം വരുന്നാൽ അന്നേരം പ്രശ്നത്തെ ഈ രാജാവ് കൈകാര്യം ചെയ്ത 2 ദിനവൃത്താന്തം 20-ാം അധ്യായം വരും. അത് നമുക്ക് പാരലായിട്ട് വന്ന് കറക്റ്റ് നമുക്ക് ആ പ്രശ്നത്തെ ഈ ഒരു വചനത്തിലൂടെ അഭിമുഖീകരിക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലാണോ, ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എങ്കിലും നിങ്ങൾ ഇത് കേൾക്കണം. ഏതൊരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരാം. എന്നും സുഖവും സന്തോഷമായിട്ട് പോകത്തില്ല. ചില വെല്ലുവിളികൾ വരാം. അപ്പോൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ വചനങ്ങളെല്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും 33 ദിവസത്തെ പ്രാർത്ഥനയുടെ വലിയൊരു കൂടാരത്തിനകത്ത് നിന്നാണ്.
നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരുക്കമാണ് ഈ വചനങ്ങൾ. നമ്മളെ വചനം ഇങ്ങനെ കേൾപ്പിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലും കുടുംബാന്തരീക്ഷത്തിലും നമ്മുടെ വചനത്തിലൂടെ നമ്മൾ ഒരുങ്ങുകയാണ്. ഇതൊരു ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം, അവിടെ കാണുന്ന ഒരു രാജാവാണ് യഹോഷാഫാത്ത് രാജാവ്. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു രാജാവാണ്, ദൈവഭക്തനായൊരു മനുഷ്യനാണ്. യഹോഷാഫാത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെ പ്രൈം മിനിസ്റ്ററുടെ അതേ പദവിയിൽ പണ്ടൊരു കാലത്ത് ഇരുന്ന ഒരാളാണ്, രാജ്യം ഭരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ രാജ്യം ഭരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വാർത്ത കേൾക്കുകയാണ്. വാർത്ത കേട്ടതാണ് എഴുതിയിരിക്കുന്നത്. കുറേ കാലം കഴിഞ്ഞ് മൊവാബ്യരും അമോന്യരും മെയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ പ്രിപ്പയർഡ് അല്ല. യഹോഷാഫാത്തും രാജ്യവും പട്ടാളവും പ്രിപ്പയർഡ് അല്ല. അപ്പുറത്തെ ശക്തി സൈന്യം എല്ലാം കൂടെ കൂട്ടമായി വന്ന് അവർ ശരിക്കും പ്ലാൻഡായിട്ട് വന്ന് യഹോഷാഫാത്തിനെ തോൽപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ല അറിയുന്നത്, അവരടുത്തെത്തിയപ്പോഴാണ് അറിയുന്നത്. ഒരാൾ വന്ന് ഓടി വന്ന് പറയുകയാണ്, ഇതാണ് സംഭവം. 2-ാമത്തെ വാക്യം, ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ എദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമാറിൽ, അതായത് എൽഗേദിയായിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതായത് പ്രശ്നം അങ്ങനെ വരുന്നു എന്നല്ല, നീ വിചാരിച്ചില്ല, നമ്മൾ പ്ലാൻഡ് അല്ല, പ്രിപ്പയർഡ് അല്ല. അവർ പ്ലാൻഡാണ്, പ്രിപ്പയർഡാണ്. പ്രശ്നം ഇതാ കൺമുമ്പിലെത്തി. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ സാധാരണ എന്താ ചെയ്യേണ്ടത്? പട്ടാളക്കാരെ വിളിച്ചു കൂട്ടുന്നു, യുദ്ധത്തിന് ഒരുങ്ങാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ആയുധങ്ങൾ എടുക്കുവിൻ, യുദ്ധത്തിന് തയ്യാറാകുവിൻ, യുദ്ധം തുടങ്ങട്ടെ എന്നുള്ള കൽപ്പനയാണ്. 3-ാമത്തെ വാക്യം എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. 3-ാമത്തെ വാക്യം, പ്രശ്നം വരുന്നു എന്ന് കേട്ടപ്പോൾ എന്താ തീരുമാനിച്ചെന്ന് എഴുതിയിരിക്കുന്നതാണ്. 3-ാമത്തെ വാക്യം നിങ്ങൾ തന്നെ കണ്ണു തുറന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ. 3-ാമത്തെ വാക്യം, അവൻ ഭയന്ന് കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിച്ചു. പ്രശ്നം കൺമുമ്പിലെത്തി, ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു, ഇനി അധികം ദൂരമില്ല, തോറ്റുപോകും എന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്താ ചെയ്തത്? പ്രൈം മിനിസ്റ്ററുടെ പദവിയിലിരിക്കുന്നൊരു മനുഷ്യൻ എന്താ ചെയ്തത്? അവൻ ദൈവത്തിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഒരൊറ്റ ഉപവാസം വാളെടുക്കാനാണ് കൽപ്പന പുറപ്പെടുവിക്കേണ്ടത്. യുദ്ധം ചെയ്യട്ടെ, ആയുധങ്ങൾ എടുക്കട്ടെ, സന്നാഹങ്ങൾ റെഡിയാകട്ടെ, യുദ്ധം തുടങ്ങാൻ എല്ലാവരും വേഗം പുറപ്പെടുവിനെന്നാണ് പറയേണ്ടത്. പെട്ടെന്ന് പ്രഖ്യാപിച്ചത് യുദ്ധമല്ല, പ്രഖ്യാപിച്ചത് ഉപവാസമാണ് പ്രഖ്യാപിച്ചത്. പ്രാർത്ഥനിക്കാനാണ് തീരുമാനിച്ചത്. ഇതൊരു നല്ല ഒരു പാഠപുസ്തകമാണ് ഈ മനുഷ്യൻ. ഈ 20-ാം അധ്യായം ശരിക്കും ഒന്ന് അരച്ച് കലക്കി പഠിക്കേണ്ട പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, പ്രതീക്ഷിക്കാത്തത് കൺമുമ്പിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. അടുത്തെത്തുമ്പോഴാണ് ചിലർക്ക് പേടി വരുന്നത്. പെട്ടെന്ന് ഞെട്ടിവിറച്ച് ഡിപ്രഷനാവുമല്ല ചെയ്തത്, പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് ചെന്നു. എന്നിട്ടോ സ്വയം ഉപവാസം എടുത്തിട്ട് രാജ്യത്തൊരു ഓർഡർ ഇടുകയാണ്, എല്ലാവരും ഉപവാസം എടുക്കുവിൻ. ഇന്ന് പോലും ഉണ്ടോ ഇത്രയോ ഒരു ജ്ഞാനം? എത്രയോ ബൈബിൾ കോളേജുകളും എത്രയോ ധ്യാനങ്ങളുണ്ടായിട്ട് ഇന്നൊരു പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കാനും ഉപവാസം എടുക്കാനാണ്? ബുദ്ധി കൊണ്ട് പരിഹരിക്കാനും യുദ്ധം ചെയ്ത് പരിഹരിക്കാനും ഒക്കെ എല്ലാവരും നോക്കുന്നത്. ഒരു രാജാവ് ഒരു പ്രശ്നം വന്നപ്പോൾ ഈ രാജാവിൻ്റെ ജ്ഞാനം പോലും ഇന്ന് പല ആളുകൾക്കുമില്ല, ആർക്കും തന്നെ ഇല്ല. രാജാവ് പറഞ്ഞു ഉപവാസം, എല്ലാവരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വാക്യം ഞാൻ വായിക്കാം. 3-ാമത്തെ വാക്യം, അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു, യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. 4-ാമത്തെ വാക്യം നോക്കൂ, കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് എല്ലാവരും അവിടെ കൂടി. ആരുടെ സഹായം തേടാൻ? അതാ പറഞ്ഞ് ഒരാൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, 100 പേര് ആ രാജ്യത്തെ എല്ലാവരും അവിടെ എല്ലാം കൂടി ഒരുമിച്ച് കൂടി എല്ലാവരും അങ്ങ് പ്രാർത്ഥിച്ചു. ഇതാണ് അന്നുണ്ടായിരുന്നത്. ഇന്നെല്ലാം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടത് ഈ ഒരു ബോധ്യമാണ്. ഇന്ന് ബാക്കി എല്ലാ ബോധ്യങ്ങളും ഉണ്ട്, ഈ ബോധ്യമില്ല. ഇന്ന് സമരമാണിന്ന്, ഇന്ന് പ്രശ്നമാണ്, ഇന്ന് പ്രതിസന്ധിയാണ്. ഇന്ന് ആദ്യം എടുക്കുന്നത് വാളാണ്, ഇന്ന് ആദ്യം എടുക്കുന്നത് യുദ്ധം ചെയ്യാനുള്ള ഓർഡറാണ്. ആ രാജാവ് ചെയ്തത് ഉപവാസം പ്രഖ്യാപിച്ചു. നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി. എന്തിനെന്നറിയാമോ? ദൈവത്തിൻ്റെ സഹായം തേടാൻ. ശാലോം TV-യിലൂടെ 33 ദിവസം പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന നമ്മളെല്ലാം ഇങ്ങനെ പല സ്ഥലത്ത്, പല രാജ്യങ്ങളിൽ, പല കുടുംബങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി. എന്തിനാണെന്നറിയോ? ഈ ഒരു ബോധ്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടി, ദൈവത്തിൻ്റെ സഹായം കിട്ടാൻ.
എനിക്ക് മാത്രമല്ല, പ്രസംഗിക്കുന്ന എനിക്കോ മാത്രമല്ല, നിങ്ങൾക്ക്, നിനക്ക്, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ നിയോഗത്തിന് എൻ്റെ സഹായമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സഹായം കിട്ടാനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്. എനിക്ക് ദൈവത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് പോവുക. ഈ പ്രാർത്ഥന ആവശ്യമില്ല. എനിക്ക് ദൈവത്തിൻ്റെ ഒരു സഹായവും വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും വേണ്ട. നിങ്ങൾ എഴുന്നേറ്റ് പോവുക. ഒരിക്കലും ഇത് കേൾക്കരുത്, ഒട്ടും ഇത് കേൾക്കാൻ നിൽക്കരുത്. ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം, എൻ്റെ ജീവിതത്തിന് വേണം, എൻ്റെ കുടുംബത്തിന് വേണം, എൻ്റെ മക്കൾക്ക് വേണം, എൻ്റെ ഭാവി ജീവിതത്തിന് ആവശ്യമാണ്. നിങ്ങൾക്കിത് ആവശ്യമാണ്. ഉപവാസവും പ്രാർത്ഥനയും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അടുത്ത വാക്യം, ഒരുമിച്ച് കൂടി അവർ കർത്താവിനെ അന്വേഷിച്ചു. യൂദായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും ആളുകൾ വന്നു. എന്നിട്ട് ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള പുതിയ അങ്കണത്തിൽ എല്ലാവരും സമ്മേളിച്ചു. എന്നിട്ട് അടുത്ത കാര്യം ഇങ്ങനെയാണ് രാജാവ് പറഞ്ഞത്. 6-ാമത്തെ വാക്യം, ആ രാജാവ് അവിടെ മുന്നിൽ നിന്ന് എല്ലാ ആയിരക്കണക്കിന് ആളുകൾ ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഈ പ്രതിസന്ധി വന്നപ്പോൾ ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ രാജാവ് പറഞ്ഞ് എന്നാ നോക്കൂ, ജെറുസലേം നിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് യഹോഷാഫാത്ത് പറഞ്ഞു. അതായത് പ്രതിസന്ധി വന്നപ്പോൾ എല്ലായിടത്തും ആളുകൾ വന്ന് ഒരുമിച്ച് കൂടി ഉപവാസം എടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രാജാവ് ഉയർന്ന സ്റ്റേജിൽ നിന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചത് എന്നാന്ന് കേട്ടെ. 6-ാമത്തെ വാക്യം, നമ്മൾ എന്നാ ചെയ്യും, പ്രശ്നമാ, പ്രതിസന്ധിയാ, എല്ലാം തകർന്നു എന്നാ തോന്നുന്നത്, സമ്പത്തെല്ലാം പോകുമെന്നാ തോന്നുന്നത്, എന്നാ ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്നൊന്നും അല്ല പറഞ്ഞത്. 6-ാമത്തെ വാക്യമോ പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ. ഒരു രാജാവ് തൻ്റെ രാജകീയ വസ്ത്രം, രാജാവെന്ന് പറയുമ്പോൾ താഴ്ന്നു കാണരുത്, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ പദവിയിലിരിക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കാണ്. അത്രയും സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഒരു സാധാരണ ഒരു പണക്കാരൻ, ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല. ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ എല്ലാവരുടെയും മുമ്പിൽ നിന്ന്. നമുക്കല്ലേ പ്രാർത്ഥിക്കാൻ മടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്കല്ലേ പ്രാർത്ഥിക്കാൻ മടി, നമുക്കല്ലേ ആരാധിക്കാൻ നാണം, നമുക്കല്ലേ പാട്ടുപാടാൻ നാണം, നമുക്കല്ലേ സ്തുതിക്കാൻ മടി, നമുക്കല്ലേ അത് വില കുറച്ച് കാണുന്നത്. രാജാക്കന്മാർ പോലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇന്ന് എല്ലാ അറിവും ബോധവും ബുദ്ധിയും ഉള്ള നമ്മളാണ് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും മടിയായി പുറകോട്ട് പോകുന്നത്. ഇത് സ്ഥലത്തെ പ്രൈം മിനിസ്റ്റർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയുകയാണ്, സ്വർഗസ്ഥനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണല്ലോ, ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്, അവിടുത്തെ കരം പ്രബലവും കരുത്തുറ്റതുമാണ്, അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്കു കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് നൽകുകയും ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബനാഥനാകണം നിങ്ങൾ. യഹോഷാഫാത്ത് ഒരു രാജ്യത്തിൻ്റെ തലവനാണ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾ, ഓരോ അപ്പനും അമ്മയും ഒക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇതുപോലെ പ്രതിസന്ധി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വാളല്ല എടുക്കേണ്ടത്, ആദ്യം യുദ്ധമല്ല പ്രഖ്യാപിക്കേണ്ടത്, ആദ്യം തോൽപ്പിക്കാൻ വേണ്ടി കായിക ശക്തിയല്ല എടുക്കേണ്ടത്. നിങ്ങൾ ഉപവാസം എടുത്ത് നിങ്ങളെന്ന കുടുംബനാഥ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഇതുപോലെ ദൈവസന്നിധിയിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എങ്ങനെ സഹായിക്കുമെന്ന് എഴുതിയിരിക്കുന്ന അധ്യായമാണ് 2 ദിനവൃത്താന്തം 20. എന്നിട്ട് വല്ല ഗുണം ലഭിച്ചോ എന്നറിയണമല്ലോ. 12-ാമത്തെ വാക്യം രാജാവ് പറഞ്ഞ വാക്കുകൾ വായിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? അടുത്ത വാക്യം രാജാവ് പറഞ്ഞ് കേൾക്കൂ. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾക്ക് അശക്തരാണ്. ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വലിയ സംഭവമാണ്, വേണേൽ ഞങ്ങൾ ഇപ്പോൾ പോയി ഞങ്ങൾ പൊട്ടിക്കും തീർക്കുന്നൊന്നും അല്ല പറഞ്ഞത്. ആ രാജ്യത്തോട്, ആ വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ. ഞങ്ങൾക്ക് അത്രയും വലിയ ധൈര്യവും ശക്തിയും കായിക ബലവും ആയുധബലവും ഒന്നുമില്ല. ഞങ്ങൾ അശക്തരാണ്. ആദ്യം ഒന്ന് എളിമപ്പെട്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഞങ്ങൾ വലിയ സംഭവമാണെന്നുള്ള ബോധ്യം. ഞാൻ വലിയ ആളാണ്, ഞാൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ ആരോഗ്യമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, ഞാൻ ആ രാജ്യത്താണ്, എനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, ആ ചിന്തയൊക്കെ വിട്. എന്നിട്ട് ഈ രാജാവിനെ പോലെ ദൈവസന്നിധി പറ, ഞങ്ങൾ അശക്തരാണ്, ഇത്രയ്ക്ക് കഴിവേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾ നിസ്സാരരാണ്, പാപികളാണ്. ഇങ്ങനെ പറഞ്ഞു, അശക്തരാണ്. അതിൻ്റെ അടുത്ത വാക്യം നോക്കൂ. രാജാവ് ഇങ്ങനെ പറഞ്ഞു, എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇതാണ് നമുക്കും അറിയാത്തത്. രാജാവ് പറഞ്ഞു,
ശത്രു സൈന്യം വളരെ വേഗത്തിൽ രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് അറിയില്ല, അശക്തരാണ് ഞങ്ങൾ. ആരൊക്കെയോ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെയും കൺമുമ്പിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്, തോറ്റുപോകുമെന്നുള്ള ഭയമുണ്ട്, എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നു. നിങ്ങളിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ, ദൈവസന്നദ്ധയിൽ നിന്നുകൊണ്ട്, ദൈവമേ ഞങ്ങൾക്ക് കഴിവില്ല ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ, ഞങ്ങൾക്ക് ശക്തിയില്ല, സത്യമാണ് ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾക്ക് ഇത്രയ്ക്ക് കഴിവുള്ളൂ, എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആകട്ടെ, നിങ്ങൾ ഏതെങ്കിലും അന്തരീക്ഷമാകട്ടെ, ഞാൻ പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിത സാഹചര്യമാകണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങളും പറയില്ലേ, നാളെയെക്കുറിച്ച് ആലോചിക്കുമ്പം എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്രയും പണം ബാങ്കിൽ അടയ്ക്കാനുണ്ട്, ഇത് എവിടുന്ന് സംഘടിപ്പിക്കും, എങ്ങനെ ഇത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആ രോഗമാണ്, അതിന് അതിന് ചികിത്സയ്ക്ക് ഇത്രയും പണച്ചെലവ് വരും, ഇത് എവിടുന്ന് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല, എല്ലാം എനിക്ക് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം കേട്ടെ, എന്തു ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തു ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എങ്കിലും എല്ലാം അശക്തരാണ്, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്ത മലയാള വാക്ക് ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നത് എങ്കിലും എന്തു ചെയ്യും? എങ്കിലും ഞങ്ങൾ ദൈവമേ അങ്ങയിൽ അഭയം തേടുന്നു. ഇത്രയൊക്കെ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, അശക്തരാണ്, കഴിവില്ല, ഞങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഈ പ്രതിസന്ധിയിൽ, പക്ഷേ എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. നല്ലൊരു പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥന ബൈബിളിലുണ്ട്, മനോഹരമായ പ്രാർത്ഥനകൾ. ഇതുപോലൊന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം ഇതാണ്, എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്, എൻ്റെ മക്കൾ ഈ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, നിസ്സഹായ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നിങ്ങളിലേക്കൊരു മഴ പോലെ പെയ്തു വരും. ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കുടുംബത്തിൽ നിറയാൻ തുടങ്ങും. എഴുതിയിരിക്കുന്ന വാക്ക്, എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു, ഞങ്ങൾ വേറെ എവിടെ അഭയത്തിന് പോകത്തില്ല, ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടോ? അതാണ് 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് റിസൾട്ട് എന്നാന്ന് കണ്ടോണം. റിസൾട്ട് വന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും. നിങ്ങൾ യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എപ്പോഴാണ് ഈ പ്രതിസന്ധിയിൽ ദൈവം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്? കയ്യും കെട്ടിയിരുന്നപ്പോഴാണോ? അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് ചിന്തിച്ചപ്പോഴാണോ? അല്ലെങ്കിൽ ഇതിനെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോഴാണോ? അല്ല, ദൈവസന്നിധിയിൽ ഉപവാസം എടുത്തപ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഞങ്ങൾ അശക്തരാണെന്ന് പറഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളിനി ആ വിഷയത്തെ ഓർത്ത് വിഷമിക്കേണ്ട, ദൈവം ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊള്ളും. നിങ്ങളുടെ വിഷയത്തിൽ, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചത്, ഏത് നിയോഗമാണ് നിങ്ങൾ എഴുതി കൊടുത്തത്, ഏത് കാര്യത്തിലാണ് നിങ്ങൾ തകർന്നത്, ഏത് കാര്യത്തിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, അത് ദൈവം ഇന്ന് ഏറ്റെടുക്കും. ഇത്രയും പ്രാർത്ഥിച്ചപ്പോൾ എഴുതാത്തൊരു മലയാള പ്രയോഗം എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. ആ ബൈബിളിൽ ആ വാക്യമില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ നടന്നൊരു സംഭവമുണ്ട്. ദൈവം ഇവരുടെ പ്രശ്നത്തെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഏറ്റെടുത്തിട്ടാണ് പറഞ്ഞത്, ഇനി നിങ്ങളല്ല പൊരുതുന്നത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതും. അതാണ് 15-ാമത്തെ വാക്ക്, 20-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങളല്ല ഈ യുദ്ധം പൊരുതുന്നത്, ഞാൻ ഈ യുദ്ധം ഏറ്റെടുത്തു. എപ്പോഴാണ് ദൈവം ഏറ്റെടുത്തത്? അവരുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ, ഉപവാസം എടുത്തപ്പോൾ, ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ, ഞങ്ങൾ അശക്തരാണെന്ന് പറഞ്ഞപ്പോൾ, തങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവം അവരെ ഏറ്റെടുത്തു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കും, ദൈവം നിങ്ങളുടെ ഭാവിയെ ഏറ്റെടുക്കും, ദൈവം നിങ്ങളുടെ തകർന്ന ജീവിതത്തെ ഏറ്റെടുക്കും, ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കും, ദൈവം നിങ്ങളുടെ കണ്ണുനീരിനെ ഏറ്റെടുക്കും. ഇതാ ഏറ്റെടുത്തിട്ട് പറഞ്ഞ വാക്കാണ്, ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നത്. 17-ാമത്തെ വാക്യം, ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരില്ല. യൂദാ ജെറുസലേം നിവാസികളെ, അണിനിരന്നു കാത്തു നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും.
യഹോഷാഫാത്ത് രാജാവ് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു, ഉപവാസമെടുക്കാൻ കൽപ്പിച്ചു, ദൈവസന്നദ്ധിയിൽ എളിമപ്പെട്ടു, തന്നെ സമർപ്പിച്ചു. ഇതെല്ലാം ചെയ്തപ്പോൾ ദൈവം പറയുവാണ്, ദൈവം തരുന്ന വിജയം നിങ്ങൾ കാണും. എല്ലാവർക്കും ആഗ്രഹമാണ് ദൈവം തരുന്ന വിജയം കാണാൻ. പുറകിലുള്ളതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. എല്ലാവർക്കും ചുമ്മാ പെട്ടെന്ന് കാര്യങ്ങൾ നടന്ന് പെട്ടെന്ന് ഈസിയായി നമ്മൾ പെട്ടെന്ന് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു പോകുന്നത് പോലെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് ഉത്തരം കിട്ടി, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതാണ് എല്ലാവരുടെയും വേഗത്തിൽ ആണ് ആഗ്രഹം. ഇത് ദൈവം തരുന്ന വിജയം കാണും. ദൈവം തരുന്ന വിജയം ഉണ്ടാകാൻ കുറച്ച് വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഉപവാസം എടുത്തിട്ടുണ്ട്. അതൊന്നും ചെറുതായിട്ട് കാണരുത്. എന്ത് ഉപവാസമെന്ന് പറയരുത്. ഉപവാസം എടുത്തു, ദൈവസന്നദ്ധിയിൽ വന്ന് എളിമയോടെ നിന്നു, എന്നിട്ട് വാ തുറന്ന് പറഞ്ഞു, ഞങ്ങൾ അശക്തരാണ്, ഇതൊന്നും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല, എന്തു ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നമ്മളാരാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ വലിയ ഒരറിവില്ല. എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, അതാണ് നമ്മുടെ പ്രാർത്ഥന. എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടുന്നു, അതാണ് നമ്മുടെ പ്രാർത്ഥന. ഇതെന്താ? എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനയല്ല, ഇത് ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയാണ്. ഇത് മനസ്സിൽ നിന്ന്, ഹൃദയത്തിനകത്ത് വേദനയിൽ നിന്നുണ്ടായ ഒരു എളിമയുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കേട്ടോ. അടുത്ത വാക്യം, കർത്താവ് തരുന്ന വിജയം കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം തരുന്നൊരു വിജയമുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതണ്ടല്ലോ. ദൈവം തരുന്ന വിജയം കാണുമെന്ന്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങൾ കാണേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിൽ ഉണ്ടാവേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നിങ്ങളുടെ അധ്വാനത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവം തരുന്ന വിജയമാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും വിജയം ഇഷ്ടമാണ്, പെട്ടെന്ന് ചക്കാത്തി കിട്ടണം, എല്ലാം വേഗത്തിൽ. വിജയം അങ്ങനെ വേഗത്തിൽ ദൈവം ഒരുക്കുന്നതല്ല. അതിന് കുറച്ച് വഴികൾ യാത്ര ചെയ്യാനുണ്ട്. അതിൻ്റെ പിറകിലൊരു ഉപവാസമുണ്ട്, അതിൻ്റെ പിറകിലൊരു പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ പിറകിലൊരു കണ്ണുനീരുണ്ട്. വിജയിച്ചവരുടെ എല്ലാം പിറകിൽ ഇതുപോലെ ചില ദൈവത്തിൻ്റെ ഈ വിജയം അനുഭവിക്കാൻ കടന്നുപോയ ത്യാഗത്തിൻ്റെ ചില വഴികളുണ്ട്. അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്, 17-ാമത്തെ വാക്യം. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരില്ല. യൂദാ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. 19-ാമത്തെ വാക്യം. കൊഹാത്യരും കോരഹിരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. അവർ എന്തു ചെയ്തു? നമ്മൾ ആരാധനയിലൊക്കെ ചെയ്യുന്നത് പോലെ അവർ കർത്താവിനെ പതുക്കെ സ്തുതിച്ചു. ഒച്ച കൂട്ടിയ പ്രശ്നമാവുകയോ ഒച്ച ഉണ്ടായാൽ എന്തു ചെയ്യുമെന്നൊന്നുമല്ല, അവർ ഉച്ചത്തിൽ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ കയ്യും കെട്ടിയിരുന്നാൽ പോരാ. നാട്ടുകാരോട് മുഴുവൻ പ്രാർത്ഥനാ സഹായം ചോദിക്കും, അവരവർ പ്രാർത്ഥിക്കില്ല. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലേക്കും വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിച്ചോണം. നമുക്കൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. യഹോഷാഫാത്ത് എന്ന രാജാവ് പ്രാർത്ഥനക്കാരെ വിളിച്ച് അപ്പുറത്തെ മുറിയിലോട്ട് കയറ്റി നിങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മാറി നിൽക്കുമല്ല, ആ കൂട്ടത്തിൽ അങ്ങ് നിന്നു. അവരുടെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് സ്തുതിച്ചു, ആരാധിച്ചു. അന്നേരം ആ ദൈവം പറഞ്ഞ്, ദൈവം തരുന്ന വിജയം ഉണ്ടാകുന്നു. ദൈവം തരുന്ന വിജയം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകണമെങ്കിൽ ഒരു വില കൊടുക്കണം. അല്ലാതെ എല്ലാത്തിനെയും വിമർശിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നാൽ ഈ വിജയം ഉണ്ടാവത്തില്ല. നമുക്കെല്ലാത്തിനും മുമ്പിൽ പ്രാർത്ഥന, എല്ലാത്തിനും നമുക്ക് നമ്മൾ കുറ്റം പറയുന്നു. ഇവരങ്ങനെയാണ്, അവരങ്ങനെയാണ്. എന്ത് പ്രാർത്ഥന? പ്രാർത്ഥിച്ച് എന്താ നിനക്കുണ്ടായത്? എന്ത് മെച്ചം ഉണ്ടായത്? എനിക്കിതിലൊന്നും വിശ്വാസമില്ല. അങ്ങനല്ല പ്രിയപ്പെട്ടവരെ. യഹോഷാഫാത്ത് എന്ന ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ കസേരയിലിരിക്കുന്ന മനുഷ്യൻ പോലും പറഞ്ഞത്, അശക്തരാണ്, ഞങ്ങളോട് സഹായിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ സഹായം വന്നത്. ഇനി 20-ാമത്തെ വാക്യം മുതൽ എഴുതിയിട്ടുണ്ട്, ശക്തനായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നടന്ന് അവർക്ക് അത്ഭുതകരമായ വിജയമുണ്ടായത്. പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥന ഇതും നമ്മുടെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാണ്. അവരെന്തു ചെയ്തു? അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിച്ചു, അവർ എളിമപ്പെട്ടു, ഉപവാസമെടുത്തു. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറി. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ കണ്ട കാര്യം മറക്കരുത്. ഈ വചനം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം നിങ്ങളും ബൈബിളിലൂടെ കണ്ടതല്ലേ?
ഒരു വലിയ പ്രശ്നം വരുന്ന ഒരാൾ ഓടി വന്ന് യഹോശാഫാത്തിനോട് പറഞ്ഞപ്പോൾ ആയുധമെടുക്കട്ടെ, യുദ്ധമുണ്ടാകട്ടെ നല്ല കൽപ്പന പുറപ്പെടുവിച്ചത്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി എളിമയോടെ ദൈവത്തിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിച്ചു. സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവസഹായം കൈയും കെട്ടിയിരിക്കുന്നവർക്ക് തന്നെ വന്ന് കയറുന്നല്ല. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. കരങ്ങൾ ഉയർത്തണം, എളിമപ്പെടണം, അശക്തരാണ്, എന്തു ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ ദൈവത്തോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം, ഉച്ചത്തെ സ്തുതിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ദൈവം നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും. ദൈവം നമ്മളെ ഇന്നത്തെ ആരാധനയുണ്ടല്ലോ, ദൈവം ഏറ്റെടുക്കുന്ന ഒരു ആരാധനയാണ്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളും നിയോഗങ്ങളും ഏറ്റെടുക്കും. എന്നിട്ട് പറയും ധൈര്യമായിട്ടിരിക്കുക, ദൈവം തരുന്ന വിജയം ഉണ്ട് അവിടെ, ദൈവം തരുന്ന വിജയം അവിടെ വരും. ദൈവം തരുന്ന വിജയം നിങ്ങളുടെ കുടുംബത്തിൽ, ആ സാഹചര്യത്തിൽ വരും. ഒരു ടെസ്റ്റിമണിയായിട്ടത് മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ ഒരുക്കട്ടെ. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നിതാ, വിശുദ്ധ ഗണങ്ങളും നിറച്ചേർന്നിതാ, പൂജ്യമി തിരുയാഗപീഠത്തിൻ മുൻപിൽ അത്യുന്നത സ്വർഗം താണിറങ്ങി. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നിതാ, വിശുദ്ധ ഗണങ്ങളും നിറച്ചേർന്നിതാ, പൂജ്യമി തിരുയാഗപീഠത്തിൻ മുൻപിൽ അത്യുന്നത സ്വർഗം താണിറങ്ങി. മാലാഖമാരുടെ സംഗീതനാദം, സ്വർഗീയനാഥനിന്നാരാധന. അത്യുന്നത ദൈവത്തിൻ സിംഹാസനത്തിൽ അനവരതം പാടുന്നു ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷയുടെ, ആരാധനയുടെ, വിമലപാതിയിൽ എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയുടെ നിയോഗത്തോടെ പങ്കെടുക്കുന്ന 28ാമത്തെ ദിവസം നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കണ്ടേ? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുക്കണ്ടേ? നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ജീവിതത്തെ, നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നമുക്ക് നന്ദി നിറഞ്ഞൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ബലപ്പെടുത്തുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരു ദൈവം ഇതാ നമ്മുടെ കൂടെ. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത, ആരൊക്കെ എഴുതിത്തള്ളിയാലും എഴുതിത്തള്ളാത്ത, നമ്മളെ സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ, ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി, അങ്ങയുടെ പരിപാലനയ്ക്ക് നന്ദി, അങ്ങയുടെ കരുതലിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എത്രയോ അപകടങ്ങളിൽ ഞങ്ങളെ രക്ഷിച്ചു, എത്രയോ അനർത്ഥങ്ങളിൽ ഞങ്ങളെ കരുതി, എത്രയോ അപകടങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചു, ആയുസ്സിനെ, ആരോഗ്യത്തെയൊക്കെ സംരക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. നിൻ
സന്നിധി മതി എൻ യേശുവേ, നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. ചേർന്നെല്ലാവരും ചേർന്ന് നിൻ സന്നിധി മതി എൻ യേശുവേ, നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. യേശുവേ, ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു സമയം ഞങ്ങളായിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഈ 28ാമത്തെ ദിവസം നമ്മൾ കണ്ട വചനം, ധ്യാനിച്ച വചനം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ജീവിതവുമായി ഇത് ചേർത്ത് വച്ച് നിർത്തിക്കൊണ്ട് വേണം ഇന്നത്തെ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാൻ. കാരണം ഇവിടെ 20-ാം അധ്യായത്തിൽ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ പേര് യഹോഷാഫാത്ത് എന്നാണ്. നല്ലൊരു മനുഷ്യൻ, ദൈവഭക്തനായ ഒരു രാജാവ്, പ്രാർത്ഥനയുള്ള ഒരാൾ, ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾ, എന്ത് കാര്യവും പ്രാർത്ഥിച്ചിട്ട് തീരുമാനിക്കുന്ന ഒരാൾ, ഏത് വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവസന്നദ്ധിയിൽ ഉപവാസമെടുത്തും ആരാധനയിരുന്നും പാടിയും പ്രാർത്ഥിച്ചുമൊക്കെ സ്വീകരിക്കുന്ന ആ ഒരു ജ്ഞാനത്തിൽ നിന്ന് ജീവിതത്തെ ക്രമീകരിച്ച മനുഷ്യൻ്റെ പേരാണ് യഹോഷാഫാത്ത്. ആ യഹോഷാഫാത്ത് ഒരു ദിവസം അറിയുന്നു, കുറച്ച് പേരെല്ലാം കൂടെ കൂടി, രാജ്യങ്ങൾ ചേർന്ന്, രാജാക്കന്മാർ ചേർന്ന് പ്ലാൻഡായിട്ട് ഈ രാജാവിനെയും രാജ്യത്തെയും തോൽപ്പിക്കാൻ വരുന്നു. അവർ ഇന്ന സ്ഥലം വരെ നടന്ന് യാത്ര ചെയ്ത് എത്തിക്കഴിഞ്ഞു. അവർ ശരിക്കും പ്ലാൻഡാണ്. നമ്മുടെ മുമ്പിൽ ഇനി വേറെ വഴികളില്ല, തോറ്റു കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ആ വാക്യം നിങ്ങൾ വായിച്ച് കേട്ട് കാണും. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം അതാണ്. 3-ാമത്തെ വാക്യം, ഒരു വലിയ പ്രതിസന്ധി വന്നപ്പം രാജാവ് എടുത്തു വച്ച സ്റ്റെപ്പ് ഏതാണ്, രാജാവിൻ്റെ നിലപാടെന്തായിരുന്നു? രാജാവ് ആദ്യമേ എന്താ പറഞ്ഞെന്നറിയാമോ? 3-ാമത്തെ വാക്യം, അവൻ ഭയന്ന് പേടിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോൾ, എന്താണ് കണക്ക് കൂട്ടലുകൾ? നമ്മളൊന്നും കൂട്ടിയ കണക്ക് പോലൊന്നും അല്ല ജീവിതം മുന്നോട്ട് പോയെന്നറിയാലോ. എത്രയോ കണക്ക് കൂട്ടലുകളാണ് നമ്മുടെ മുമ്പിൽ തെറ്റിപ്പോയത്, തോറ്റുപോയത്. യഹോഷാഫാത്തിൻ്റെ മുമ്പിൽ എല്ലാം തെറ്റിപ്പോകാൻ തുടങ്ങിയപ്പോൾ, എല്ലാം കൈവിട്ടു പോകുമെന്ന് ചിന്ത വന്നപ്പോൾ ഭയന്നു, പേടിച്ചുപോയി. പേടിച്ചതൊരു സാധാരണക്കാരനല്ല, ആളും അർത്ഥവും പട്ടാളക്കാരും സൈന്യബലവും ഒക്കെയുള്ള യഹോഷാഫാത്ത് എന്ന രാജാവാണ് പേടിച്ചത്. പേടിച്ച് പെട്ടെന്ന് അവരോടൊരു സന്ധി ചേരുകയല്ല ചെയ്തത്, തോറ്റു കൊടുത്തേക്കാമെന്ന് ചിന്തിക്കുകയല്ല ചെയ്തത്. ഒരു പ്രതിസന്ധി മുന്നിൽ വന്നപ്പം ആദ്യം തിരിഞ്ഞത് ദൈവത്തിലേക്കാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയിലാണോ? ഏതെങ്കിലും തരത്തിൽ വഴിമുട്ടിയ ഒരു അന്തരീക്ഷത്തിലാണോ? നിങ്ങൾ തിരിയേണ്ടത് ദൈവത്തിലേക്കാണ്. നിങ്ങൾ ആദ്യം തിരിയേണ്ടത് മനുഷ്യരിലേക്കല്ല, ആദ്യം തിരിയേണ്ടത് മറ്റു വേറൊരു വഴിയിലേക്കുമല്ല. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ വചനം ദൈവം നിങ്ങളെ ഇന്ന് കേൾപ്പിച്ചതുപോലും. ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയുക. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളോടാണ് ദൈവത്തിൻ്റെ സ്വരം. നിങ്ങളുടെ വീടുകളിൽ മുഴങ്ങുന്ന ദൈവസ്വരം. ദൈവത്തിങ്കിലേക്ക് അടുത്തുവാ, ദൈവത്തിലേക്ക് തിരിച്ചുവാ. ഈ മനുഷ്യൻ ആദ്യം ചെയ്തത് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. അതാണ് പ്രശ്നപരിഹാരത്തിന് ഒരു രാജാവ് എടുത്ത സ്റ്റെപ്പ്, ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനും ആദ്യത്തെ സ്റ്റെപ്പായിരിക്കട്ടെ. അത്രയും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രമല്ല, രാജാവ് എന്തു ചെയ്തു എഴുതിയിട്ടുണ്ട്. യൂദായിലെങ്ങും
ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചു, ഒരു ഉപവാസവും പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 28ാമത്തെ ദിവസം നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്ന 28ാമത്തെ ദിവസമായിരിക്കട്ടെ. ശാലോം TV-യിലൂടെ കേൾക്കുന്ന ഈ ശുശ്രൂഷ ഈ ഒരു നിയോഗത്തിൻ്റെ ഭാഗമായി എഴുതിയായിരുന്നു. നല്ലൊരു കുമ്പസാരം നടത്തി നമ്മളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ഒരുക്കണമെന്ന് ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിക്കുക. ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റാൻ തുടങ്ങും. ജീവിതത്തിൽ ബാധിച്ച ഇരുട്ടുകൾ മാറാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങും. ഈ രാജാവ് ഉടനെ ചെയ്തത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നാട്ടിലെങ്ങും ഉപവാസം പ്രഖ്യാപിച്ചു. 4ാമത്തെ വാക്യം എന്നാണെന്നറിയാമോ? ഒരു രാജ്യം മുഴുവൻ എന്തു ചെയ്തു എന്ന് കേൾക്കണം. കർത്താവിൻ്റെ സഹായം തേടാൻ യൂദയായിലെ നിവാസികൾ ഒരുമിച്ച് കൂടി. ആരുടെ സഹായം തേടാൻ? കർത്താവിൻ്റെ സഹായം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തരൂ. ഒറ്റയ്ക്കൊന്നും നിങ്ങൾ ഒരു കാര്യവും കൈകാര്യം ചെയ്യില്ല. ഒരു കുഞ്ഞ് രോഗം വന്നാൽ മതി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാൻ, ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകാൻ. ഒരു നേരിയ വേദന ശരീരത്ത് വന്ന് കയറിയാൽ മതി, ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്ന നിങ്ങളുടെ ചെവി കൊണ്ടും നിങ്ങൾ കേട്ടുകൊള്ളുക. ഒരു രാജ്യത്തിന് പോലും ദൈവത്തിൻ്റെ സഹായം വേണം. ഈ ലോകത്തിൽ എത്ര വലിയവരായിക്കൊള്ളട്ടെ, ഏതു നിലകളിലുള്ള ആളായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടതാണ് ദൈവത്തിൻ്റെ സഹായം. ദൈവത്തിൻ്റെ സഹായം കൈയും കെട്ടിയിരിക്കുന്നവർക്ക് കിട്ടുന്നതല്ല, വിമർശിക്കുന്നവർക്ക് ലഭിക്കുന്നതല്ല, കുറ്റം പറഞ്ഞ് നടക്കുന്നവർക്ക് ലഭിക്കുന്നതല്ല, എല്ലാത്തിനെയും കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ലഭിക്കുന്നതല്ല, എന്തിനും ട്രോളിറക്കുന്നവർക്ക് ലഭിക്കുന്നതല്ല ദൈവത്തിൻ്റെ സഹായം. ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത് പ്രാർത്ഥിക്കുന്നവരിലേക്കും ഉപവാസമെടുക്കുന്നവരിലേക്കും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരിലേക്കും വരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ സഹായം. അങ്ങനെയെങ്കിൽ ആ ഒരു നല്ല സഹായത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾ വീടിൻ്റെ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടെ നിങ്ങളുടെ ഭവനത്തിന് വേണം ദൈവസഹായം. നിങ്ങളുടെ ജീവിത പങ്കാളി വേണം അവർക്ക് ദൈവത്തിൻ്റെ സഹായം. നിങ്ങളുടെ വീട് പണി നടക്കുക, വേണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വേണം ദൈവത്തിൻ്റെ സഹായം. നിങ്ങളുടെ കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് നയിക്കാൻ ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരൂ. നിങ്ങൾക്ക് ദൈവസഹായം വേണം. ശുശ്രൂഷ നന്നായിട്ട് ചെയ്യുവാൻ ദൈവത്തിൻ്റെ സഹായം വേണം. ജീവിത അന്തസ്സുകൾ ഏതുമാകട്ടെ, നിങ്ങൾക്കതിൽ വിജയിക്കണമോ, അതിൽ മുന്നോട്ട് നീങ്ങണമോ, അതിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമോ, ദൈവത്തിൻ്റെ സഹായം വേണം. ഈ സഹായം എങ്ങനെ വരും? ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടണം. ഒരു രാജ്യത്തിലെ ജനങ്ങൾ പോലും ഒരുമിച്ച് കൂടി. നമ്മുടെ കുടുംബം ഇതാ ചെതറിക്കിടക്കുന്നു. ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ, ഒരാൾ അപ്പുറത്തെ മുറിയിൽ, ഒരാൾ ഇപ്പുറത്തെ മുറിയിൽ ചിതറിക്കിടക്കുന്നു. 4 പേരേ ഉള്ളൂ. 4 പേര് പോലും ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ല. ഒരു രാജ്യത്തിന് ദൈവത്തിൻ്റെ സഹായം ആവശ്യമായി വന്നപ്പോൾ അവർ ചെയ്തത്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് കൂടി, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഉപവാസമെടുക്കാനും ഒരുമിച്ച് ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും തുടങ്ങി. അപ്പോൾ മഴ പോലെ, മഞ്ഞ് പോലെ അവരുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങിയതാണ് ദൈവത്തിൻ്റെ സഹായം. കൈയും കെട്ടിയിരുന്നപ്പോൾ കിട്ടിയതല്ല. അങ്ങനെയെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. നിസ്സഹായതയോടെ നിന്ന് ഒരു ദൈവ സഹായത്തിന് വേണ്ടി എളിമയോടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് പണമുണ്ട്, വീടുണ്ട്, എല്ലാം ശരിയാ, പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. എനിക്കൊന്നുമില്ലാത്തൊരു സാഹചര്യമാണ്, എനിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല, ദൈവത്തിൻ്റെ സഹായം വേണം. ഏതു നിലകളിലാകട്ടെ, ഏത് അവസ്ഥകളാകട്ടെ, ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി ആധരം തുറന്ന് മനസ്സുരുകി ഒന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. യേശുവേ, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, സ്വരമുയർത്തി പ്രാർത്ഥിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച്. യഹോശാഫാത്ത് രാജാവ് പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക്, ഉപവാസം എടുക്കാൻ നമുക്ക്, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഹായം നമുക്ക് കിട്ടും. ദൈവസഹായം നമുക്ക് കിട്ടും. ദൈവസഹായം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുന്നു. ദൈവത്തിന്റെ സഹായം നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് വരുന്നു. ദൈവസഹായം നിങ്ങളുടെ പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ സഹായം വരുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്ത അത്ഭുതം ദൈവം ചെയ്തിടുമേ. താളത്തോട് ചേർന്ന് തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്ത അത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. പാടാമോ? തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്ത അത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാരും വിശ്വസിക്കാനാവാത്ത അത്ഭുതം ദൈവം ചെയ്തിടുമേ. അത്ഭുതം ദൈവം ചെയ്തിടുമേ. അത്ഭുതം ദൈവം ചെയ്തിടുമേ. ഈ പാടിയതുപോലെ സംഭവിക്കട്ടെ. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ ഞങ്ങളുടെ ഏക ദൈവവും ഏക കർത്താവും ഏക രക്ഷകനുമായി സ്വീകരിക്കുന്നു, പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവാൻ, അങ്ങിലേക്ക് തിരിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് ഒരുക്കണമേ. ഹല്ലേലൂയ. പുതിയ തലമുറകളെ ദൈവമേ അങ്ങിലേക്ക് തിരിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. വിശ്വാസത്തിൽ, ബോധ്യങ്ങളിൽ, ദൈവവചനത്തിൽ, ദൈവാശ്രയത്വത്തിൽ എല്ലാവരെയും അങ്ങ് വളർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 നന്ദി, നന്ദി, നന്ദി. ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിലെ യഹോശാഫാത്ത് എന്ന രാജാവ് ഇനി എന്തു ചെയ്തു എന്നറിയാമോ? യഹോശാഫാത്ത് രാജാവ് 20-ാം അധ്യായം 12-ാമത്തെ വാക്യം പ്രാർത്ഥിച്ചു ദൈവത്തോട്. എന്താ പ്രാർത്ഥിച്ചതെന്നറിയാമോ? യഹോശാഫാത്ത് ഒരു രാജാവാണ്. രാജ്യത്ത് നല്ല പട്ടാളക്കാരും സൈന്യബലവും ആലോചനക്കാരും ജ്ഞാനികളുമെല്ലാം ഉണ്ടെങ്കിലും രാജാവ് അഭയം തേടിയത് ഇവരുടെ ആരുടെ അടുത്ത് പോയിട്ടല്ല. പട്ടാളക്കാരൻ്റെ മേധാവിയെ വിളിച്ച് ഉടനെ ഒരു രാജ്യത്തിൻ്റെ ഓഫീസിലിരുന്ന് ഒരു മീറ്റിംഗ് അല്ല നടത്തിയതൊരു പ്രാർത്ഥനയാണ്. എന്തു ചെയ്യണമെന്നുള്ള ആലോചനാ സഭകളെ വിളിച്ചുകൂട്ടുമല്ല ചെയ്തത്, പ്രാർത്ഥിക്കുവാണ് ചെയ്തത്. എന്താ പ്രാർത്ഥിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് 20-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതി നിൽക്കുവാൻ ഞങ്ങൾ അശക്തരാണ്. സ്വന്തം എളിമയോടെ സമർപ്പിക്കുകയാണ്. രാജാവായിരുന്നിട്ട് പോലും എളിമയോടെ ദൈവസന്നിധിയിൽ പറയുകയാണ്,
ഈ ഒരു യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ, ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും തോന്നുന്നില്ല, ഞങ്ങൾ അശക്തരാണ്. ആരോടാ പറഞ്ഞത്? ഒരു പ്രൈം മിനിസ്റ്ററുടെ പദവിയിലിരിക്കുന്ന ഒരാൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഉപവാസത്തിലിരിക്കുന്ന ഒരു സദസ്സിലിരുന്ന് മുമ്പിൽ നിന്നൊരു പുരോഹിതനെ പോലെ, ഒരു പാസ്റ്ററെ പോലെ ഈ യഹോഷാഫാത്ത് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ അശക്തരാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ കുടുംബത്തിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, ഇതിനെയൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾക്കതിനുള്ള കഴിവില്ല. അടുത്ത വാക്ക് എന്നാണെന്നറിയാമോ പറയുന്നത്? ദൈവത്തോട് പറഞ്ഞു, എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയും വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക്. എന്തു ചെയ്യേണ്ടു എന്നറിയില്ല. നിങ്ങളും ആരൊക്കെയോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. നാളെ അത്രയും പണം കൊടുക്കാനുണ്ട്, അടുത്ത മാസം ഇത്രയും പണം ബാങ്കിലിടാനുണ്ട്, ബാങ്കിൽ അടയ്ക്കാനുണ്ട്, ജപ്തിയുടെ വക്കിലാണ്, കുട്ടികളുടെ പഠനകാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല, വിവാഹം നടത്തേണ്ടത് എങ്ങനെ അതിനുള്ള പണമുണ്ടാകുമെന്ന് അറിയില്ല, ഈ വീട് പണി എങ്ങനെ പൂർത്തിയാകുമെന്നറിയില്ല, മദ്യപാനിയായ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള അസ്വസ്ഥതകളും ഭാരവും മനസ്സിൽ, എന്തു ചെയ്യേണ്ടു എന്നറിയില്ല. അത്രമേൽ പ്രശ്നമാണ്. പക്ഷേ യഹോഷാഫാത്ത് രാജാവ് എന്തു ചെയ്യണോ എന്നറിയത്തില്ലാതെ 4 വശത്തും പരതി നടന്നു, ഓടി നടന്നു എന്നല്ല. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുടെ ക്യാരക്ടർ, സ്വഭാവം. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പറയും, ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലോ എവിടെയായിക്കൊള്ളട്ടെ ഈ വചനം ഇപ്പോൾ കേൾക്കുന്നത്, മനസ്സിലൊന്ന് പറയാമോ, കർത്താവേ, ഈ ദിവ്യകാരുണ്യേശുവിലേക്ക് നോക്കി പറയാമോ, ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞ്, ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു, ഞങ്ങൾ അശക്തരാണ്, എന്തു ചെയ്യണോന്നറിയില്ല കർത്താവേ, ഞങ്ങളുടെ ഈ സാഹചര്യം ഒരാൾ പോലും ഇല്ല ഞങ്ങളെ സഹായിക്കാൻ, എന്തു ചെയ്യണമെന്നറിയില്ല, ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. തിരുവചനം ബാക്കി വായിക്കുമ്പോൾ കാണുന്നത്, അടുത്ത ഭാഗം 13-ാം വാക്യം മുതൽ കേട്ടില്ലേ? എന്നറിയാമോ? ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തിട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങളല്ല പൊരുതുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതിനിടയിൽ എന്ത് നടന്നിട്ടുണ്ട്? ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവരുടെ വിഷയത്തെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇനി നിങ്ങളല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെങ്കിൽ നമ്മളും നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒന്നും കൂടെ പ്രാർത്ഥിച്ച് നന്നായിട്ടൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പാടുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മനോഹരമായി ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിച്ച് പാടുവാൻ പോവുകയാണ്. എന്നറിയാമോ? ദൈവത്തിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. നിങ്ങളും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സാധിക്കുമെങ്കിൽ കണ്ണുകളൊക്കെ നടച്ച് ഒന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞേ, ദൈവമേ, ഞാൻ അങ്ങയിൽ അഭയം തേടുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, അത്രമേൽ പ്രശ്നമാണ് എൻ്റെ മുമ്പിൽ, അത്രമേൽ പ്രതിസന്ധിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ, എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതാണ് ദൈവം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും. പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ രോഗഗ്രസ്തമായ ശരീരത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ വെല്ലുവിളികളിൽ, നിങ്ങളെ എതിർക്കുന്നവർ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവർ, ശ്വാസം മുട്ടുന്നവർ പോലുമുണ്ട്, അവരുടെ എല്ലാ ജീവിതത്തിൽ ദൈവം ഇടപെടട്ടെ. ദൈവം ഇടപെടുന്നൊരു സമയമാകട്ടെ ഇത്. നമുക്കൊന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവമേ, സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു, സാഹചര്യങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു, ഈ സിറ്റുവേഷൻ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കാരുണ്യം ഇപ്പോൾ വർഷിക്കണമേ. ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. ദൈവത്തിന്റെ കാരുണ്യം സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി.
ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ചേർന്ന് ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ പാടി കൃപയാലേ കൃപയാൽ അനുദിനവും ചേർന്ന് പാടാമോ? കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. ഒരിക്കൽ കൂടി പറയുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ ചേർന്ന് കൃപയാൽ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പാടിയേ. കൃപയാലേ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾ ജീവിതത്തിൽ ഇടപെടുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. നിങ്ങളുടെ സമീപത്തുള്ള അനാഥമന്ദിരം സന്ദർശിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.